എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഞാനും ഒരു പ്രസൻറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നെടുക്കാമോ? നിങ്ങളുടെയൊക്കെ മാനസികാരോഗ്യം അടിപൊളിയാണോ? മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കൈവക്കാവോ? ഹായ്. ഞാനങ്ങനെ അധികം ഡിസ്ക്രിപ്റ്റീവായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല, കൂടുതലും പടങ്ങളാണ്. എനിക്കത് വളരെ ഡീറ്റെയിൽഡായിട്ട് സാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ മാനസികാരോഗ്യ ദിനത്തിൽ പൊതുവെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്കാണ് സൂയിസൈഡ്. ഇങ്ങനെ പല വിധത്തിലുള്ള മരണങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് പേടിയായി ശരിക്കും പറഞ്ഞാൽ. മാക്സിമം ആ ഒരു വാക്ക് ഇന്ന് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല. മാനസികാരോഗ്യത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ആകെ കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നൊരു മെറിറ്റ്, ഐ ഹാവ് സീൻ പീപ്പിൾ. കുറേ കാലമായി ഒരുപാട് മനുഷ്യർ ഇയാൾക്ക് ചിലപ്പോൾ ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ പോലും അതിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഇപ്പോൾ സ്വാഗതം ചെയ്യുമ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ നമ്മുടെ വീഡിയോസും പുസ്തകവും ഒക്കെ കണ്ടും കേട്ടും എനിക്കറിയാം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനെന്ന്. നിങ്ങൾക്കറിയില്ല. ഞാനതാണ് ചോദിച്ചത്, നിങ്ങളുടെയൊക്കെ മാനസികാരോഗ്യം സ്ട്രോങ് ആണോ? ചേട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല, ലൈഫ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു കൈവക്കാവോ? 4 പേര് കൈവക്കി. കുറച്ചൊക്കെ സങ്കടമുണ്ട്, എന്നാലും മാനേജ് ചെയ്ത് പോകുന്നു, അതിനൊരു സൈഡിലോട്ടാക്കിയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കൈവക്കാവോ? ചേട്ടാ എൻ്റെ ജീവിതം ദുരന്തമാണ് എന്ന് തോന്നുന്നവർ കൈപ്പൊക്കണമെന്നില്ല. പൊക്കിട്ടും വലിയ കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിന്ന് വളരെ കാഷ്വലായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, വളരെ കാഷ്വലായിട്ട്. എനിക്കിങ്ങനെ 3 കാര്യങ്ങൾ, 2 അങ്ങനെയൊക്കെയാണ് ആളുകൾ ക്ലാസ് എടുക്കാമെന്ന് തോന്നുന്നു. എനിക്ക് ക്ലാസ് എടുക്കാനെന്ന് പറഞ്ഞുകൂടാ, കൂടുതലും കഥകളാണ്. ഈ പിക്ചറിൽ കാണുന്ന ലേഡി ആരാന്നറിയോ? ആരാ? ഓർക്കപ്പറ. സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ആരാണ്. ഞാൻ വെറുതെ ഒരു ചിരിക്കുന്നൊരു മുഖം വേണ്ടി എടുത്തതാണ്. ഈ ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറേ പേര് പ്രഷറായിട്ടുണ്ടാവും. അത് ആരാണാവോ ദൈവമേ, അത് ദൈവമേ ആരായിരിക്കും അത്? എനിക്കറിഞ്ഞില്ല, നാണക്കേട്. എനിക്കറിയില്ല, ഇത് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് സ്ലൈഡ് തുടങ്ങാൻ ചിരിക്കുന്നൊരു മുഖം വേണം. ഒരു പെൺകൊച്ചിൻ്റെ ഫോട്ടോ എടുത്തിട്ടു. ഇങ്ങനെ മനുഷ്യർ നിങ്ങളെ പ്രഷറിലാക്കും കേട്ടോ. അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മൈൻഡ് ചെയ്യണ്ട. എല്ലാവരും വിചാരം അവർക്കൊക്കെ അറിയാം, എനിക്കറിയില്ലെന്നാണ്. ഈ ഭൂമിയിൽ ഒട്ടുമിക്ക ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്. എനിക്കും മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിത് വന്നപ്പോൾ എൻ്റെ അപ്പനെയും കൂട്ടിക്കൊണ്ടാ വന്നത്. അപ്പം നിങ്ങൾ കരുതും എനിക്ക് മാനസികമായിട്ട് കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോണ്ട് അപ്പനെ കൊണ്ടുവന്ന് അല്ല. അല്ലെങ്കിൽ അപ്പം പറയും എന്നും കൂടി കൊണ്ടുപോയാൽ നിനക്കെന്തായിരുന്നു കുഴപ്പം? ഞാൻ ആ സൈഡിൽ ഇരുന്നോളൂല്ലേ, നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലോ. ഈ പ്രശ്നം കേൾക്കാണ്ടിരിക്കാൻ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പൻ അവിടെ എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കണ്ടു. ഇനിയിപ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോവും. ഞാൻ ഒളിച്ചിരിക്കണമെന്ന് പറഞ്ഞാണ്. ഹെൽപ്പ് പീപ്പിൾ ടു തിങ്ക് ബെറ്റർ, ഫീൽ ബെറ്റർ, ആക്ട് ബെറ്റർ. ഈ ഭൂമിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് തോന്നുന്നതിൽ എനിക്ക് അല്പമെങ്കിലും സന്തോഷം തോന്നുന്നൊരു കാര്യം, ഐ ഹെൽപ്പ് പീപ്പിൾ ടു തിങ്ക് ബെറ്റർ, ഫീൽ ബെറ്റർ, ആക്ട് ബെറ്റർ. ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞ. എൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടാവണമെന്നില്ല, പക്ഷേ മറ്റൊരാൾക്ക് ഒന്ന് ബെറ്ററായി തോന്നാൻ പറ്റുന്ന കഥകൾ പറയാൻ എനിക്ക് പറ്റും. ഉദാഹരണം പറയാനാണെങ്കിൽ, എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പഠിപ്പിച്ച അധ്യാപകന് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ്. അപ്പോൾ കരൾ കൊടുക്കാൻ ഒരാൾ വേണം. രക്തവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ കരൾ കൊടുക്കാവുന്നതാണ്, പക്ഷെ എനിക്കതിനുള്ള ധൈര്യമില്ല. ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പർപ്പസും തോന്നണില്ല, ഇവിടെ ഇങ്ങനെ ജീവിച്ച് ഇല്ലാണ്ടായി പോണ ജീവിതം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരാൾക്ക് ജീവൻ കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. മീനിങ്ലെസ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ അച്ഛന് ജീവൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇതാണ് അഡ്രസ്സ്. ഇദ്ദേഹം കരൾ അന്വേഷിക്കുന്നുണ്ട്. ഇഫ് യു ആർ കറേജിയസ് ഇനഫ്, ഇഫ് യു ഫീൽ ദാറ്റ് യുവർ ലൈഫ് ഈസ് ഗുഡ് ഫോർ നത്തിങ്, ഡു ദിസ്, മേക്ക് ഇറ്റ് മോർ മീനിങ് ഫുൾ. 10 പേരാണ് കരൾ കൊടുക്കാൻ പോയത്. ഞാൻ കൊടുത്തോ?
ഞാനൊരു പള്ളിമണിയാണ്, പള്ളിമണി. പള്ളിയിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ശബ്ദമാണ്, കുർബാനയുടെ അകത്ത് കയറി, കുർബാനയുടെ അകത്ത് കയറുന്ന് പറയും. പള്ളിമണി എവിടെയാ? പള്ളിയുടെ പുറത്താ. ഞാൻ പള്ളിയുടെ പുറത്താണ്. അതുകൊണ്ട് ഇപ്പം നാളെ എന്നെക്കുറിച്ച് എന്തെങ്കിലും കേട്ടാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ശ്രമിക്കുന്ന ഒരുത്തനാണ്, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കും മാനസികമായിട്ട് തകർച്ചകളുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ തകർന്നു പോയിട്ടുണ്ട്. എന്നോട് ഒരിക്കലൊരു പയ്യൻ വഴിയിൽ വെച്ച് പറഞ്ഞതാ, ജോസഫ് നിങ്ങൾ എത്ര ഭാഗ്യവാനാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? നിങ്ങൾക്ക് സങ്കടം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ തന്നെ കണ്ടാൽ പോരെ. അതേടാ, എനിക്ക് സങ്കടം ഞാൻ എൻ്റെ വീഡിയോ എടുക്കും, ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ, അത് കാണാം. എനിക്ക് സങ്കടം, ചേട്ടൻ സങ്കടം വന്നാൽ ചേട്ടൻ്റെ വീഡിയോ തന്നെ കണ്ടാൽ പോരെ. ഓ എത്ര ഭാഗ്യം ചെയ്ത മോൻ. അപ്പം ഇത്രയും തെറ്റിദ്ധാരകൾ ഞാൻ ഒതുക്കിയെന്നുള്ളൂ. ലിസൺ ടു മൈ വേർഡ്സ്, ലിസൺ ടു മൈ സ്റ്റോറീസ്, നോ നീഡ് ടു ലുക്ക് ഇൻ ടു മൈ ലൈഫ്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നമുക്ക് ഈ മാനസിക സമ്മർദ്ദം പലതരത്തിൽ വരാം. ചിലപ്പോൾ ഒരാളുടെ കമൻറ്റ്, ചിലപ്പോൾ റിമാർക്ക്. ഇന്ന് ഞാനിങ്ങനെ ടോക്കിന് വരാൻ മുമ്പ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ പൊതുവെ ഇടുന്നത് ഷർട്ടും ടീഷർട്ടൊക്കെയാണ്, വളരെ ക്യാഷ്വലായിട്ട് പോകാറ്. ഇന്ന് കുറച്ചൊരു ഫോർമലൊക്കെ ആവാമെന്ന് കരുതി അപ്പൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മയുടെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതല്ല എനിക്കൊരു ഡിസ്കംഫർട്ട് ഇതിങ്ങനെ ഇടാനൊക്കെ. ഇവിടെ എത്തി, തറവാട് എന്നൊരു റെസ്റ്റോറൻറ്റ് അവിടെ ചായ കുടിക്കുന്ന അപ്പനോട് ഒന്നുകൂടി ചോദിച്ചു, അപ്പോൾ ഇത് വലിയ കുഴപ്പമുണ്ടോ? ഒരു മാജിക്കാരൻ്റെ പോലെ ഉണ്ടോ? കഴിഞ്ഞു. അവിടെ നിന്ന് 3.5 മണിക്കൂറുണ്ട് ഡ്രൈവ്. 3 മണിക്കൂറും ഇത് കൊള്ളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. മാജിക്കാരനെ ഇപ്പോൾ ഒരാളുടെ വാക്ക് നമ്മൾ മുറിപ്പെടുത്താം, കോൺഫിഡൻസ് കളയാം, നമ്മളതിനെങ്ങനെ എടുക്കണമെന്നുള്ളതാണ്. ഇനി കഥകളിലേക്ക് കിടക്കാം. ഇതാദ്യമേ കുറച്ചാളുടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് സാധനമാണ്, അത് നമുക്ക് പറഞ്ഞ് തീർത്തേക്കാം. ഇത് നമ്മൾ ആലോചിച്ച് കണ്ടെത്തിയാണ്. ഒന്ന്, യു വിൽ നോട്ട് റിസീവ് ക്ലോഷർ ഇൻ എവറി സിറ്റുവേഷൻ ബട്ട് യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരമുണ്ടെന്ന് നിങ്ങൾ കരുതരുത്. പലതിനും ഉത്തരവില്ല. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ആദ്യം ഉണ്ടാവണം. ചില സങ്കടങ്ങൾക്ക്, നിങ്ങൾക്ക് സംഭവിച്ചു പോയ ചില വീഴ്ചകൾക്ക്, നിങ്ങൾക്ക് പറ്റിപ്പോയ ചില അബദ്ധങ്ങൾക്ക് തിരിച്ചു പഠിക്കാൻ പറ്റില്ല. ആക്സെപ്റ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളത്, ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നല്ലൊരു ഡിസിഷൻ എടുത്ത് ജീവിതത്തെ നല്ല രീതിയിൽ തുടങ്ങിയാൽ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാം. You can't go back and restart your life, but you can start well today and you can end it gracefully. നിങ്ങൾക്ക് സംഭവിച്ച ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, പ്രിയപ്പെട്ട ഒരാളുടെ മരണമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എത്തിപ്പെടാതെ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല. യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എന്ത് ധാരണയുണ്ട്? ഓസ്കാർ വിൻ ചെയ്തൊരു ആക്ടർ പോലും സ്വന്തം ജീവിതം കളഞ്ഞിട്ടുണ്ട്. ഓസ്കാർ വിൻ ചെയ്തൊരു ആക്ടർ. ഒരാൾ അഭിനയം തുടങ്ങുമ്പോൾ അയാളുടെ സ്വപ്നം ഓസ്കാർ നേടുക എന്നുള്ളതാണ്. ആ സ്വപ്നം നേടിയ ആൾ പോലും സ്വന്തം ജീവിതം ഇങ്ങനെ മുറിച്ച് കളഞ്ഞ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെ സങ്കടങ്ങളുണ്ട്. എല്ലാത്തിനും ഉത്തരം വേണമെന്ന് വാശി പിടിക്കരുത്. അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക, ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മോസ്റ്റ് ഓഫ് വാട്ട് അതർ പീപ്പിൾ ഡു ഈസ് അബൌട്ട് ദം, നോട്ട് യു. നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ, കുറ്റം പറയുന്ന ഒരു അപ്പച്ചൻ, അല്ലെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ നേഴ്സ്, അത് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ കരുതരുത്. അത് അവരുടെ പ്രശ്നമാണ്. ചില ആളുകളിൽ എന്ത് പറഞ്ഞാലും കുറ്റം കണ്ടെത്തുക. ഏത് വീട് കണ്ടാലും അതിൻ്റെ ആംഗിൾ ഓഫ് എലവേഷൻ ശരിയായില്ല കേട്ടോ, ആ പെയിൻ്റ് അടിച്ച് ഇവിടെ പച്ചയിട്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഒരു തരത്തിലും പോസിറ്റീവ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുത്തേ അവസാനം ഒരു വീട് കാണിക്കാൻ കൊണ്ടുപോയി, പെർഫെക്റ്റ് ഹൗസ്. അവൻ നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം. ഇപ്പം എല്ലാവരും ദൈവമേ പെയിൻറ്റിങ് പെർഫെക്റ്റ് ആണോ, ഒരു കുറ്റവും പറയല്ല. തിരിച്ച് കാര്യം കയറുമ്പോൾ അവൻ പറഞ്ഞു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ വീട് പൊളിച്ചു പണിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില മനുഷ്യർ എല്ലാത്തിനും കുറ്റം കണ്ടെത്തുന്ന അവരോട് മറുപടി കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അല്പം വിവേകമുണ്ടെങ്കിൽ ലെറ്റ് them go. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടും തിരുത്തിയിട്ടും തുറന്നു കാണിച്ചിട്ട് പിന്നെ നമ്മുടെ കുറ്റം കണ്ടെത്തുന്നത് നമ്മുടെ പ്രശ്നമല്ല കേട്ടോ, അത് അവരുടെ പ്രശ്നമാണ്. ഇപ്പം അമ്മായിമ്മ പോരായിരിക്കാം, ഭർത്താവായിരിക്കാം, ചേട്ടനായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, സ്റ്റാഫായിരിക്കാം. എനിക്കും കിട്ടാറുണ്ട് ചില കറക്ഷൻസ്. ഒരു കാമ്പില്ലാത്ത കറക്ഷന് ഞാനങ്ങ് തള്ളിക്കളയുള്ളൂ. കാമ്പുള്ളതിന് ധൈര്യസമയത്ത് എടുക്കും. കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിലൊരു ഡയലോഗുണ്ട്. സബിൻ താഹിർ പറയാണ്, എടാ ഞാൻ നിനക്കൊരു തേപ്പ് കട ഇട്ട് തന്നിട്ട്
ഞാനൊരു പണിയില്ലാത്തവനാണെന്നാ പറയണേ. ഞാൻ നിന്നെ ഓസിയെ ജീവിക്കണമെന്ന് എൻ്റെ അനിയൻ പറയണേ. അപ്പോൾ തമിഴും പറയുന്നുണ്ട്. ശരിയല്ലേ ചേട്ടാ? നമ്മളൊരാൾ പറയുമ്പോൾ അതിനകത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ടേ ചേട്ടാ? ഒരാൾ പറയും, ഒരാൾ നമ്മൾ തിരുത്തുമ്പോൾ അതിനകത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ടേ? ഒരാൾ കറക്ഷൻ നടത്തുമ്പോൾ അനാവശ്യമായ കറക്ഷനാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നമല്ല, അത് അയാളുടെ പ്രശ്നമാണ്. അതുപോലെ പറയുന്നതിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. സം തിങ്സ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ്. എന്തിനാണ് അവൻ എന്നെ ഉപേക്ഷിച്ച് പോയത്? തമ്പുരാനറിയാം. പ്രണയമൊക്കെ ഒരു ദിവസം ഇങ്ങനെ ചിലപ്പോൾ നഷ്ടപ്പെടും. ഇത്രയും കാലം എന്നെ ഇങ്ങനെ കരുതിയിട്ട് എങ്ങനെ ഒരു ദിവസം അവൾക്ക് എന്നെ ഇട്ട് പോകാൻ തോന്നി? പോവും. മനുഷ്യരാണ്. വാശി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരാളെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. വാശി പിടിച്ച് നിങ്ങൾക്ക് ഒരാളുടെ സ്നേഹം എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് നിനക്ക് എന്നെ സ്നേഹിച്ചുകൂടാ? എത്രയോ പ്രണയം നിഷേധിച്ചതിൻ്റെ പേരിൽ ഈ പെട്രോൾ ഒഴിച്ച് കത്തിയെന്ന് കാണുമ്പോൾ എനിക്ക് ചിരി വരും ഉള്ളിൻ്റെ ഉള്ളിൽ. അതപ്പോൾ എന്ത് സ്നേഹമാണ്? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തരും, നീ എന്നെ തിരിച്ച് സ്നേഹിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളത് തിരിച്ച് സ്നേഹിക്കാനുള്ള റൈറ്റൊന്നും ഇതൊന്നുമല്ല. ചില കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് ഇല്ല എന്ന് അവനോട് പറയണം. സം പീപ്പിൾ വോണ്ട് അപ്പോളജൈസ് ബിക്കോസ് ദേ കാണ്ട്. നിങ്ങളിങ്ങനെ വാശി പിടിപ്പിച്ച ചിലരോടൊക്കെ മാപ്പ് പറ, സോറി പറ. സോറി പറയിപ്പിക്കാൻ ചിലർ പറയില്ലെന്നേ. ഇതൊക്കെ മനുഷ്യന് പ്രഷർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ചില ആളുകൾ സോറി പറയാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല. ചിലപ്പോൾ തല്ലുണ്ടാകുമ്പോൾ സോറി. അതെന്ത് സോറിയാണത്? സോറി ഷുഡ് ബി മീനിങ് ഫുൾ. ആത്മാർത്ഥമായിട്ട് എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം, പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. ദിസ് ഈസ് എ മീനിങ് ഫുൾ സോറി. സോറി, ഓക്കെ സോറി. അതെന്ത് സോറിയാണത്? അതിന് ഞാൻ തെറിയാണ്. Last, you cannot change people no matter how much you think they need to change. People change themselves. ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, കാര്യം അവൻ്റെ ഒരു ഗുണ്ടയാണെങ്കിലും എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അവനെ കീഴ്പ്പെടുത്തും. വടിവാള് കൊണ്ടായിരിക്കും ചിലപ്പോൾ കീഴ്പ്പെടുത്താൻ പോകുന്നത്. മനുഷ്യർ മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണമെന്നല്ല കേട്ടോ, അവനവും വിചാരിക്കണം. ഇത്തരം സാധനങ്ങൾ മനസ്സിലൊക്കെ എഴുതിയിട്ട് ഇനി മൊത്തം കഥകളാണ്. ഇതൊരു സിനിമയാണ്, ഡ്രീം സെല്ലർ എന്നാണ് ഈ സിനിമയുടെ പേര്. ഡ്രീം സെല്ലർ. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ് മുകളിൽ നിന്ന് ചാടി. ആ കണ്ടാൽ ഡീസൻ്റ് എന്ന് തോന്നുന്നൊരു മനുഷ്യൻ, അത് അധികം താടി മുടിയില്ലാത്ത മനുഷ്യൻ, ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കയറ്റി വിടുന്ന നിങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റുമാർ. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാളാണ് ഇയാൾ. ഈ സിനിമ കഥ ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ പറയുന്നുണ്ട്, ഇയാൾ ഈ ആത്മഹത്യ ശ്രമിക്കുക ലോകം മുഴുവൻ കാണുന്നുണ്ട്. പത്രവാർത്തയൊന്നും ഫേമസ് സൈക്കോളജിസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നു. ഏതൊരു ഭ്രാന്തനെ പോലെയുള്ള ഒരാൾ വന്ന് അയാളെ രക്ഷിക്കുന്നു, വാർത്തയാവുന്നു. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആൾ ചോദിക്കുന്നുണ്ട്, സർ, എത്രയോ കാലങ്ങളായി മനുഷ്യരെ മരണത്തിൽ നിന്ന് വഴിതിരിപ്പിച്ചു വിട്ട മനുഷ്യനാണ് ഞാൻ. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വന്ന് എന്നെ ഓരോന്ന് പറഞ്ഞ് താഴത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. മോനെ, നീ നിന്റെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു കോമ ഇട്ടു, അത്രേ ഉള്ളൂ. When people are trying to put a full stop, I'm giving them a comma. നിർത്താൻ തീരുമാനിച്ചിടത്ത് ഇനിയും കുറച്ച് വരികളിലൂടെ എഴുതാൻ ഒരു കോമ ഇട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാ സൈക്കോളജിസ്റ്റുകളും ഈ സ്ഥാപനവും നിങ്ങളുടെ സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നത് മനുഷ്യർക്ക് കോമയിട്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നതും. ഇന്നത്തെ എൻ്റെ ടോക്ക് ഷോ ഞാൻ മൊത്തം പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലൊക്കെ മനുഷ്യർക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാണ് ഞാൻ. എനിക്ക് മടുത്തു എന്ന് തോന്നുന്നിടത്ത് ഇല്ലട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരു കോമ ഇടാം, കുറച്ചുകൂടി എഴുതാനുണ്ട് ഈ ജീവിതത്തിൽ. നിങ്ങളെന്ന പുസ്തകം ഇനിയും എഴുതപ്പെടേണ്ടതാണ് എന്ന് പറയാനാണ് ഓരോ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേയും നിങ്ങളുടെ അയൽവക്കക്കാരന് ഒരു കോമ ഇട്ട് കൊടുക്കുകയാണ് പറ്റുമെന്നുള്ളതാണ്. 2018 WHO ഡിപ്രഷനാണ് തീമായിട്ട് എടുത്തത്. അന്ന് അവർ പറഞ്ഞത് ലെറ്റ്സ് ടോക്ക് എന്നാണ്. ലെറ്റ്സ് ടോക്ക്, നമുക്ക് സംസാരിക്കാം. ഈ കോമയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം കൈവിട്ട് പോയി എന്ന് കരുതുന്നൊരു മൊമെൻറ്റിൽ ഒരു കോമയിട്ട് കൊടുക്കുക. ഇത് ഡെറിക് റെഡ്മോണ്ട് 1992 ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുമെന്ന് ഉറപ്പിച്ച മനുഷ്യനാണ്. എല്ലാ കണ്ണുകളും 400 മീറ്റർ റിലേ ഓട്ടത്തിൽ ഡെറിക് റെഡ്മോണ്ടിനെ ഇങ്ങനെ നോക്കിയിരിക്കുക.
ഉറപ്പാണ് അതിന് മുമ്പ് നടന്ന നാഷണൽ ലെവൽ ഇന്റർനാഷണൽ ലെവലൊക്കെ അയാൾക്ക് ഗോൾഡ് മെഡലാണ്. 10,000-കണക്കിന് കാണികൾ അയാൾ ഓട്ടം തുടങ്ങുന്നു. ക്യാമറ പാൻ ചെയ്ത് നോക്കുന്നത്, അന്ന് പലവിധ ക്യാമറകളൊന്നുമില്ല 1992 ഏതിൽ ഒരാളെ ഫോക്കസ് ചെയ്യുള്ളൂ. ഫോക്കസ് ചെയ്തത് റെഡ്മൗണ്ടിനെയാണ്. അയാൾ എല്ലാവരും വെട്ടിച്ച് ഓടുന്നിടത്ത് പെട്ടെന്ന് അയാൾ ഇങ്ങനെ തൊങ്ങുകയാണ്. കാലിൽ എന്തോ വേദന, തൊങ്ങി അയാൾ നിലത്ത് വീഴാണ്. എല്ലാവരും ഞെട്ടി. അയാൾ കരയുന്നു. കരഞ്ഞിട്ട് അയാൾ വീണ്ടും ഒറ്റക്കാലിൽ തൊങ്ങി പോണ നേരത്ത് എല്ലാവരും ഉള്ളിങ്ങനെ പെടയാണ്, കണ്ണ് നിറയാണ്. പാവം 4 വർഷത്തെ അധ്വാനമാണ്. ഒരു ഒളിമ്പിക് ഗെയിമിൽ പങ്കെടുക്കുന്നവരാണ്. 4 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ഒരൊറ്റ ദിവസത്തിന് ഈ 400 മീറ്റർ ഓടാൻ 4 വർഷം എല്ലാം മാറ്റിവെച്ച മനുഷ്യൻ ദാ ഇടറി വീഴുന്നു. പെട്ടെന്ന് കാണികളുടെ ഇടയിൽ നിന്ന് ഏതൊരു മനുഷ്യൻ പോലീസുകാരെ തട്ടി മാറ്റി ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. ബാക്കി എല്ലാവരും ഫിനിഷ് ചെയ്തു, കൂടെ ഓടിയൊക്കെ ഫിനിഷ് ചെയ്തു. അയാൾ ഈ ചെറുപ്പക്കാരൻ്റെ കൈയെടുത്ത് തോളത്തിട്ടിട്ട് പറഞ്ഞു, ബാ നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ അയാളുടെ തോളത്ത് കൈയിട്ട് ഡെറിക് റെഡ്മോണ്ട് തൊങ്ങി ഫിനിഷ് ലൈൻ എത്തിയപ്പോൾ ആ ചേട്ടൻ കൈ ഇങ്ങനെ മാറ്റിയിട്ട് പറഞ്ഞു, ഇനി തന്നെ അത് ഫിനിഷ് ചെയ്യും. തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ തൊങ്ങി 3/4 ദൂരം ഫിനിഷ് ചെയ്തപ്പോൾ ക്രൗഡ് മുഴുവൻ എഴുന്നേറ്റ് നിന്നു. അവിടെ കൂടിയ 10,000-കണക്കിന് ക്രൗഡ് മുഴുവൻ എഴുന്നേറ്റ് നിന്നിങ്ങനെ അപ്ലോഡ് ചെയ്തു ആ മനുഷ്യനെ. ഇടയ്ക്ക് വെച്ച് ഗിവപ്പ് ചെയ്യാതിരുന്നതിന്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായിരുന്നു അറിയോ? ആ ക്രൗഡിൽ നിന്ന് കാണികളെ തട്ടിമാറ്റി, സെക്യൂരിറ്റി ഗാർഡിനെ തട്ടിമാറ്റി ആ ചെറുപ്പക്കാരൻ്റെ കൈയെടുത്ത ആ തോളത്തിട്ട ആ മനുഷ്യൻ ആരാണ്? അത് ഡെറിക് റെഡ്മോണ്ടിന്റെ അപ്പച്ചനാണ്, ഹിസ് ഫാദർ. ഇന്നും നിങ്ങൾ 1992 ഒളിമ്പിക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ ആദ്യം വരുന്ന പേര് ഡെറിക് റെഡ്മോണ്ടിന്റെയാണ്. അന്ന് 400 മീറ്റർ ഇടയ്ക്ക് ഇങ്ങനെ ജീവിതം വലിയും, തൊങ്ങണ്ടി വരും. തൊങ്ങ് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തോള് തരും, നിങ്ങളെ ഓർക്കും, ലോകത്തിന് മുമ്പ് നിങ്ങൾ വിജയിക്കും. എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ തൊങ്ങി നിങ്ങളുടെ ജീവിതം തീർക്കണം, കൂടെ തൊങ്ങുന്നവന് തോളും വെച്ച് കൊടുക്കണം. ഗിവ് എ കോമ. ഞാൻ പറഞ്ഞ അപ്പനിപ്പം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അപ്പച്ചനും അമ്മയാണ്. ആവശ്യത്തിൽ കൂടുതൽ മാതാപിതാക്കളെ റെഫർ ചെയ്യുന്ന ഒരുത്തൻ എന്ന് എനിക്കൊരു ചീത്തപ്പേരുമുണ്ട്. എന്തു പറഞ്ഞാൽ അപ്പനമ്മ. അതിന് കാരണം എൻ്റെ കാല് വലിഞ്ഞ സമയങ്ങളിലൊക്കെ വലതുവശത്തും ഇടതുവശത്തും എനിക്ക് 2 തോളുകൾ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും. എങ്ങനെ ഞാൻ പറയാതിരിക്കും? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്ട്രഗിൾ ചെയ്യുന്ന ഒരാൾക്ക് തോളാവാൻ പറ്റുമെന്നുള്ളതാണ്. ഇന്ന് തുടങ്ങി നിങ്ങൾ തോറ്റു തുടങ്ങി, ഇത്ര എഫേർട്ടൊക്കെ ഇട്ടിട്ടും ജീവിതത്തിൽ തോറ്റു പോകുന്നു തോന്നുകയാണെങ്കിൽ തൊങ്ങി ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുമോ? ട്രൈ. എവിടെന്നെങ്കിലും ഒരു തോള് വന്നാലോ? അടുത്ത കഥ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയ കഥയാണ്. എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു കോള് വന്നു. ഞാൻ US അപ്പം അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മുടെ നാട്ടിലൊരു പരിപാടിയുണ്ട്, നിന്നെ ഗസ്റ്റായിട്ട് വിളിക്കണം. അപ്പം എനിക്ക് ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം ഏതാണെന്നറിയോ? പ്രവാചകൻ സ്വന്തം ദേശത്ത് അവഗണിക്കപ്പെടുന്നു. അപ്പം പിന്നെ സ്വന്തം നാട്ടിൽ പഠിക്കുന്ന നാണക്കേട് വേണ്ടല്ലോ, ഞാൻ ഒരു പരിപാടി എടുക്കാറില്ല. അപ്പോൾ വിളിച്ച് പറഞ്ഞു, എടാ കുറച്ച് പിള്ളേരുടെ അരങ്ങേറ്റമാണ്. എൻ്റെ അമ്മ, അത് ഞാനും തമ്മിൽ എന്ത് ബന്ധം? തെയ് ഞാൻ എന്ത് ചെയ്യും? പാട്ട് പാടൂ? ഞാൻ ലേഡിക്ക് നമ്പർ കൊടുക്കാവുന്ന അവരെന്നെ വിളിച്ചു. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, 50-ന് മുകളിൽ പ്രായമുള്ളവരാണ് അവരെല്ലാവരും. ഈ അരങ്ങേറുന്ന കുട്ടികൾ എന്ന് പറയുന്ന അമ്മമാരാണ്. നടുക്ക് നിൽക്കുന്ന ആ പെൺകുട്ടി, താഴത്തൊരു കൊച്ചുണ്ട്, അവളുടെ പേര് രശ്മീന. നല്ലൊരു കുടുംബം, ഭർത്താവ് ബിസിനസ്, വെൽ സെറ്റിൽഡ് ഫാമിലി. അവർ ചിന്തിക്കുകയാണ്, എൻ്റെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നില്ല, ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ. നൃത്തം പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് ഡിഗ്രിയൊക്കെ എടുത്തിട്ടുണ്ട്, കാര്യമായിട്ട് എന്തെങ്കിലും തുടങ്ങണം. ഭർത്താവിനോട് പറഞ്ഞു, ഒരു സ്കൂൾ ആരംഭിക്കാം, നല്ല പരിപാടിയാണ്, പിള്ളേരൊക്കെ ഡാൻസിന് പഠിപ്പിച്ചാൽ നല്ല പൈസ കിട്ടും, ഇപ്പം ട്രെൻഡാണ്. പിള്ളേരെ പഠിപ്പിക്കണില്ല. നമ്മുടെ ഈ കറുകുറ്റിയിൽ ഒരുപാട് അമ്മമാരുണ്ട്, മക്കൾ 22-23 വയസ്സൊക്കെ ആയി, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഭർത്താവിനെ യാത്രയാക്കി, വീട്ടിലിങ്ങനെ നിന്ന് സീരിയലും കണ്ട് വളരെ ഓർഡിനറി ആയിട്ട് പോകുന്ന കുറേ അമ്മമാർ. അവരെ നമുക്ക് മെഡിറ്റേഷൻ പഠിപ്പിക്കാം, യോഗ പഠിപ്പിക്കാം, നൃത്തം പഠിപ്പിക്കാം, അവരുടെ അരങ്ങേറ്റം നടത്താം. അതിന് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത്. ഇത് മൊത്തം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് വരണ്ടേ? ഞാൻ ചെന്നു, ഞാൻ അമ്മമാരെ കണ്ടു, പലരും എനിക്ക് പരിചയമുള്ളവരാ. ഒരു ചേച്ചി എന്നെ കണ്ടിട്ട്, നിനക്കെന്നെ മനസ്സിലായില്ലേ? അമ്മച്ചിയാണെങ്കിൽ മനസ്സിലായില്ലേ, ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്?
റാണി ചേച്ചിയാടാ, എൻ്റെ പൊന്നെ റാണി ചേച്ചി എന്തിങ്ങനെ. ഒരാൾക്ക് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ട്. അവർ നൃത്തം ചെയ്യുക. ഈ ഡാൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചവരുടെ കാലുകളിലേക്ക് നോക്കുമ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ ബാൻഡ് ചുറ്റിയിട്ടുണ്ട്, മടങ്ങാടിക്കാൻ. പ്രായമായ അമ്മമാരാന്നേ, അലഞ്ഞ സ്ത്രീകളാണ്. അവരുടെ അരങ്ങേറ്റം, അവരെ മേക്കപ്പ് അടിച്ചതാരാ? അവരുടെ മക്കള്. വീഡിയോ കൊടുത്തതാരാ? അവരുടെ ഡാൻസിന്റെ, അവരുടെ ഭർത്താവ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കൂടെ? മനുഷ്യരെ മീനിങ് ഫുള്ളി ജീവിക്കാൻ സഹായിച്ചൂടെ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭയങ്കരമായി ഫീസ് വാങ്ങിച്ചിട്ടാണ് ആ നടുക്കുന്ന ചെറുപ്പക്കാരി അവരെ പഠിപ്പിക്കണമെന്ന്? നോ. അന്ന് ഞാൻ ആ ഫുൾ പ്രോഗ്രാം അവരുടെ ഡാൻസും കണ്ട് നന്ദിയും പറഞ്ഞ് എല്ലാ അമ്മമാരുടെ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ ഞാൻ പോകുന്നു. അപ്പം ഞാൻ അറിഞ്ഞ കാര്യം, അവർ കൊടുത്ത തുച്ഛമായ ഫീസ് വെച്ച് എന്നെ വിളിച്ചാലുള്ള പൈസ പോലും തരാൻ പറ്റില്ല. സ്വന്തം നാട്ടിലായതുകൊണ്ട് നമ്മളങ്ങനെ അധികം പൈസ വാങ്ങിക്കില്ല. അവിടുത്തെ ആ ഹോളിൻ്റെ റെൻറ്റ് പോലും കിട്ടില്ല. പക്ഷെ കുറേ അമ്മമാർ, ഇങ്ങനെ നടന്ന അമ്മമാർ, ഞങ്ങൾ സഖികളാണ്, സഖി എന്നാണ് അതിൻ്റെ പേര്, സഖിമാർ. ചതഞ്ഞറിഞ്ഞ സാധാരണ പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതത്തിൽ ഒരു പെൺകുട്ടി കൊച്ചൊരു കോമയിട്ട് കൊടുത്തു. ആൻഡ് ദേ ആർ ഡാൻസിങ്. ഗൈസ്, ദേ ആർ ഡാൻസിങ്. ഒരു കോമയിട്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ച മനുഷ്യരെ കോമയിലാക്കാൻ പറ്റും. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി അതർ തിങ്, കോമ. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇതാരാ? ക്രിസ്ത്യാനോ. ഞാനിത് ഓൾറെഡി ഒരു വീഡിയോ പറഞ്ഞതാണ്. റൊണാൾഡോയ്ക്ക് കഴിഞ്ഞതിന് 3 വർഷമാണ് റൊണാൾഡോ അനൗൺസ് ചെയ്ത്, എനിക്ക് ഇരട്ടക്കുട്ടികളാണ് വരാൻ പോകുന്നത്, ഇരട്ടക്കുട്ടികൾ. വലിയ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി. എല്ലാവരും പ്രാർത്ഥന, എക്സൈറ്റ്മെൻറ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് റൊണാൾഡോ കളിക്കുന്നത്. എതിരെ കളിക്കുന്ന ലിവർപൂൾ എന്ന് പറയുന്ന ക്ലബ്ബ്. ഈ മാഞ്ചസ്റ്ററിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ലിവർപൂൾ. അപ്പോൾ കുട്ടിയുടെ ഡെലിവറി നടക്കുന്ന സമയത്തൊക്കെയാണ്, അതിൻ്റെ ആ ഒരു ഡേറ്റിനടുത്താണ് ഈ മാച്ച്. അപ്പോൾ റൊണാൾഡോ എക്സൈറ്റഡ് ആണ്. ഗോളെങ്ങാനും അടിച്ചാൽ ടീഷർട്ട് ഊരി ദിസ് ഈസ് ഫോർ യു മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ടീഷർട്ടൊക്കെ ഇട്ട് പുള്ളിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പുള്ളി പ്ലാൻ ഇട്ടിട്ടുണ്ട്. കൃത്യം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഡെലിവറി നടന്നു. പക്ഷേ ഇരട്ടക്കുട്ടികളായിരുന്നു. ഒരു കുട്ടി മരിച്ചുപോയി, മോൻ മരിച്ചുപോയി, അയാൾ തകർന്നുപോയി. പിറ്റേ 2 ദിവസത്തിന് ശേഷം നടക്കുന്ന ലിവർപൂളുമായിട്ടുള്ള ഏറ്റവും വലിയ മാച്ചിന് റൊണാൾഡോ ഉണ്ടായില്ല. റൊണാൾഡോൻ്റെ ജേഴ്സി നമ്പർ 7 7. അന്ന് അവിടെ മനോഹരമായൊരു കാര്യം നടന്നു. ഈ ലിവർപൂൾ ആരാധകർക്കൊരു പാട്ടുണ്ട്. അവരവരുടെ കളിക്കാരിങ്ങനെ തളർന്നിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പാടുന്നൊരു പാട്ടാണ് യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അതാ ഇങ്ങോട്ട് നോക്ക്, ഈ ജനം മുഴുവൻ നിങ്ങൾക്കൊപ്പം, ചെന്ന് ഗോളടിക്കട, യു വിൽ നെവർ വാക്ക് അലോൺ എന്നൊരു പാട്ടുണ്ട് അവർക്ക്. അന്നത്തെ മാച്ചിൽ 0-0 ആണ്. കളി തുടങ്ങി 7-ാം മിനിറ്റിൽ. ഈ 7-ന്റെ ഒരു പ്രത്യേകതയുണ്ട്. റൊണാൾഡോന്റെ നമ്പർ എത്രയാ? 7. 7-ാം മിനിറ്റിൽ ലിവർപൂൾ ആരാധകർ മുഴുവൻ എഴുന്നേറ്റ് നിന്നിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഫോട്ടോ പിടിച്ചിട്ട് അവർ പാടി, റൊണാൾഡോ യു വിൽ നെവർ വാക്ക് അലോൺ. ഹൗ ബ്യൂട്ടിഫുൾ. ശത്രുവിൻ്റെ ടീമിനെ, മകൻ മരിച്ചുപോയ മനുഷ്യനെ 50,000-ത്തിലധികം ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പാടുകയാണ്. അവരുടെ ടീമിന് വേണ്ടി പാടിയ പാട്ട് ഓപ്പോസിറ്റ് ടീമിലെ റൊണാൾഡോയ്ക്ക് വേണ്ടി പാടുന്നു, യു വിൽ നെവർ വാക്ക് അലോൺ. അതിനുശേഷം റൊണാൾഡോ പിറ്റേ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു, സ്പോർട്സ് യുണൈറ്റ്സ് പീപ്പിൾ. അയാൾ കടന്നുപോയ വേദന അത്ര ആഴത്തിലുള്ളതാണ്. അതിനെ ഒന്ന് മയപ്പെടുത്താൻ കുറച്ചെങ്കിലും സഹായിച്ചിട്ടുണ്ട് അവരുടെ ആ പാട്ട്. നിങ്ങൾക്ക് എത്ര പേരോട് പറയാൻ പറ്റും യു വിൽ നെവർ വാക്ക് അലോൺ? പണ്ട് വലിയ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പം അടിയുണ്ടാക്കി പിരിഞ്ഞു. ആളിപ്പോൾ ഭയങ്കര ക്രൈസിസിലാണ്. അങ്ങനെ തന്നെ വേണം എന്നും പറയാം. യു വിൽ നെവർ വാക്ക് അലോൺ എന്നും പറയാം. അടുത്ത കഥ, ഇതേത് സിനിമയിലെ സീനാന്ന് അറിയോ? സൂപ്പർമാനാ. ഈ ക്ലാസ്സിൽ നമ്മൾ പൊതുവായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഏത് സിനിമയിലെ പിക്ചറാ? ഏതാ? ആർക്ക് എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുമോ ഏത് പടത്തിലാണ്? സ്റ്റാൻഡപ്പ്.
പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഒരു കൈ അടിക്കാവോ? ഹലോ, അയ്യാ, ആവേശത്തിലെ മൈക്ക് ഓഫ് ചെയ്ത്. എനിക്ക് ജീസസിന് ഇഷ്ടമാണോ? ഐ ലൈക്ക് ഹിം. അച്ഛന്മാർ ചിന്തിക്കണ്ട, ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഐ ലൈക്ക് ഹിം നോ. ദൈവമല്ലേ, ലൈക്ക് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞതൊരു എനിക്ക് ആളൊരു സുഹൃത്തിനെ പോലെയൊക്കെ തോന്നാറ്. എൻ്റെ അപ്പം ചിന്തിക്കണ്ടോ, നീ എന്തിനാണ് ഐ ലൈക്ക് ഹിം എന്ന് പറഞ്ഞത്? ഇന്ന് രാത്രി എൻ്റെ മാനസികാരോഗ്യം തകരും. ദൈവപുത്രൻ, എല്ലാം അറിയുന്ന ഒരാൾ, ഗെത്സമനിൽ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരിടങ്ങളിലും ക്രിസ്തു അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല. യേശുവിനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കാത്തത്? ഒന്ന് പ്രാർത്ഥിച്ചൂടെ നിങ്ങൾക്ക്? എൻ്റെ വായനയിൽ ഇല്ലട്ടോ. ഇനി ഞാൻ വായിച്ച ബൈബിൾ മാറിപ്പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സിറ്റുവേഷനിലാണ് ആ മനുഷ്യൻ കരഞ്ഞൊരു കാര്യം ചോദിച്ചത്. താൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ള രാത്രിയിൽ 3 വർഷം കൂടെ കൊണ്ടുവരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ് അവരുറങ്ങിപ്പോയി അപ്പുറത്ത്. ഈ മനുഷ്യൻ പോയി ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ഉണർന്നിരിക്കാൻ പറ്റില്ലേ? ഈവൻ ദ സൺ ഓഫ് ഗോഡ് നീഡ് പ്രേയേഴ്സ്. ഈവൻ ഹി വാസ് ഹെൽപ്ലെസ്. ഒരാളുടെ സഹായം ക്രിസ്തുവും ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്കൊന്നും ഉണർന്നിരിക്കാൻ പറ്റില്ലേ? ഈ ദൈവപുത്രൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? എനിക്കൊണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ക്രിസ്തു ഇങ്ങനൊരു എപ്പിസോഡിലൂടെ കടന്നുപോയി നമ്മൾ വായിച്ചതെന്ന് പോലെ ഞാൻ ചിന്തിക്കാറുണ്ട്. മദർ തെരേസയുടെ കാര്യം. മദർ തെരേസയുടെ പുസ്തകമുണ്ട്, കം ബി മൈ ലൈറ്റ് എന്നാണ്. കം ബി മൈ ലൈറ്റ്. അത് തൻ്റെ സ്പിരിച്വൽ ഫാദറിന് എഴുതിയ എഴുത്തുകളാണ്. അതിനകത്ത് പറയുന്നത് എനിക്ക് ഈശോയിൽ വിശ്വാസമില്ലെന്നാണ് പലയിടങ്ങളിലും. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജീസസ്. വികാരച്ചന്മാരെന്നെ പുറത്താക്കും. ബട്ട് ദിസ് ഇസ് എ ഫാക്ട്. ആത്മാവിൻ്റെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ് മദർ തെരേസ. പറഞ്ഞു വന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ലോകത്ത് നിങ്ങൾ ഏറ്റവും വലിയ മനുഷ്യനെടുത്തോ താഴത്തെ മനുഷ്യനെടുത്തോ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പം ഉപകാരം കിട്ടുന്നൊരു ഉപമ ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പം അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുന്നു, ടെൻഷൻ. ഇതെന്ത് ഈ നേരത്തെ ഒരു കറണ്ട് പോക്ക്, ഇതെന്ത് പറ്റി? ജനലിൽ തുറന്ന് അപ്പുറത്തെ വീടുകളിൽ നോക്കുമ്പോൾ എല്ലായിടത്തും കറണ്ട് പോയി, ആശ്വാസമായി. ഇതാണ് സൈക്കോളജി. നിങ്ങൾക്ക് വലിയ സങ്കടം കടന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് ചുറ്റും കുറച്ചുകൂടെ സംസാരിച്ചാൽ മതി, ആ നിനക്കുണ്ടോ, ഓ ആശ്വാസമായി. ഈ കറണ്ട് പോകുമ്പോൾ അപ്പുറത്തുള്ളവൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ അവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നൊരു ആശ്വാസമില്ലേ? എല്ലാവർക്കും പോയിട്ടുണ്ട്, ദൈവത്തിന് സ്തുതി. ഞാൻ ഈ ജീവിതം, ക്രിസ്തുവിൻ്റെ കാര്യവും റൊണാൾഡോൻ്റെ കാര്യവും ഒക്കെ പറയണം എന്തിനാന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെയാണ് എല്ലായിടത്തും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പടമാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. ഓ ഇതോർക്കെ പറയാനുള്ളത്, ഇതറിയാലോ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് എന്നൊക്കെ. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണെന്ന് അറിയോ? ലാസ്റ്റ് ഡയലോഗ്, എൻ്റെ പ്രാഞ്ചി നീ ഒന്ന് കണ്ണടച്ചാ ഞാൻ നിനക്ക് 3 ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഒന്നാമത്തെ, നീ പ്രണയിച്ച് സ്വന്തമാക്കണമെന്ന് കരുതിയിട്ട് കിട്ടാതെ പോയ പെൺകുട്ടി എത്രയോ നല്ല ഫാമിലി ലൈഫല്ലേ നയിക്കണേന്നല്ലേ നീ കരുതണേ. നീ ഒന്ന് കണ്ണടച്ചിട്ട് നോക്കിയേ, 2 പേർക്കും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ട് കാഴ്ചയിൽ. അപ്പോൾ പ്രാഞ്ചി ഇങ്ങനെ. രണ്ടാമത്, നിന്റെ പൈസ മുഴുവൻ കട്ടെടുത്തെന്ന് കരുതി നീ പോയ മനുഷ്യൻ, അയാളിപ്പോൾ എവിടെയുണ്ട് നോക്ക്. കണ്ണടയ്ക്കുമ്പോൾ പുണ്യാളം കാണിച്ചു കൊടുക്കുന്നുണ്ട്, പുള്ളി ജയിലില്ല. അവൻ എന്നെ പറ്റിച്ചിട്ട് അവൻ സുഖിക്കുകയാണെന്ന് കരുതി ആ മനുഷ്യൻ ജയിലിലാണ്. മൂന്നാമത്തെ കാഴ്ച, നിനക്കൊരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്കറിയാം അവൾക്ക് നിന്നോട് വലിയ ഇഷ്ടമില്ലെന്ന്. നീ ഒന്ന് കണ്ണടക്കി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരോട് പറയാണ്, ഞാൻ പ്രാഞ്ചിയുടെ മുമ്പിലോട് ചെന്നോട് പറഞ്ഞാലോ തനിക്ക് എന്നെ കെട്ടാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഒരു ചിരിയുണ്ട് പ്രാഞ്ചിയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വെറുതെ ഇരിക്കുമെന്ന് കണ്ണടയ്ക്കുക എന്നുള്ളതാണ്. പല ദൃശ്യങ്ങളും നിങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടും. എന്നാലും എത്ര സന്തോഷത്തോടു കൂടിയാണ് ജോസഫ് അന്നംകുട്ടി ജീവിക്കുന്നത്.
നോക്കൂ അയാൾ അപ്പൻ്റെ തല്ല് വാങ്ങുന്നത്. ഓ, അവരുടെ ജീവിതം എത്ര മനോഹരം. നിങ്ങൾക്ക് എന്തറിയാം? യു ഡോണ്ട് നോ ഹൗ ഡിഫിക്കൽട്ട് ഹ്യൂമൻ ബീങ്സ് ആർ. നമ്മുടെ വിചാരം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കണമെന്ന്. ഞാൻ ഈ പറഞ്ഞ പവർ കട്ടിൻ്റെ പ്രിൻസിപ്പിളോട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ലോകത്ത് വേദന അനുഭവിക്കുന്ന കോടാനുകോടി മനുഷ്യരോടൊപ്പം നിങ്ങളും ചേരുന്നു, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് എനിക്ക് മാത്രം, നിങ്ങൾക്ക് മാത്രമല്ല, ലിറ്ററലി എവ്രി വൺ യു ആർ. എനിക്ക് കുറച്ച് സെലിബ്രിറ്റീസിനടുത്ത് കണക്ഷൻ ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന സൂപ്പർ സ്റ്റാറുകളായിട്ട് പലരുടെ അടുത്തും എനിക്ക് കണക്ഷൻ ഉണ്ട്. ആൻഡ് ഐ നോ ദം. ഓ, എന്ത് രസമാണ് സിനിമാ ജീവിതം. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പം എന്നെ സ്വാഗതം ചെയ്തപ്പോൾ ഹീസ് എ മോട്ടിവേഷണൽ സ്പീക്കർ, ആക്ടർ, ഒരൊറ്റ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. ആക്ടർ ചില സ്ഥലത്തേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിലൂടെ അദ്ദേഹം നമ്മളെ ത്രസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ സുരാജ് വെഞ്ഞാറോട് പറയണം, എപ്പോ? ഇന്നത്തെ സ്വാഗതം ഭയങ്കര സ്വാഗതമായിരുന്നു കേട്ടോ. അത് എന്തോരം നേരമായിരുന്നു, ഭയങ്കര ഡീറ്റെയിൽഡായിട്ട്. എനിക്ക് അതിൻ്റെ പട്ടിക്കഥ ഞാൻ മറന്നു കിടക്കായിരുന്നു, അത് വീണ്ടും ഓർമ്മിപ്പിച്ചു. ഒന്ന് കണ്ണടച്ചാൽ 3 ദൃശ്യങ്ങൾ കിട്ടും. ഒരിക്കലും കരുതരുത് ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നതാണ്. നോ, പീപ്പിൾ ആർ സ്ട്രഗ്ലിങ് എവറിവെയർ. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതാലോചിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അതങ്ങനെ തന്നെയാണ്. ഞാൻ US-ലായിരുന്നു ഒരു 30 ദിവസം. US ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് പോയതാണ്. ലെഫ്റ്റിൽ തട്ടെടുക്കുന്നത് ബാന ഫ്രം ഇറാഖ്, തൊട്ടപ്പുറത്ത് കറുത്ത ബ്ലേസർ ഇട്ടിരിക്കുന്നത് പാകിസ്ഥാൻകാരനാണ് നയീം, അതിൻ്റെ അപ്പുറത്ത് ഫിലിപ്പ് ചെക്കോസ്ലോവാക്യ എന്നാണ്, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വെളുത്ത പുള്ളോറിട്ടിരിക്കുന്ന മരിയാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഉമീദ, അതിൻ്റെ അപ്പുറത്തുനിന്ന് ഉഗാണ്ടയിൽ നിന്ന് വന്നിട്ടുള്ള മോയോ, അതിൻ്റെ അപ്പുറത്ത് പാലസ്റ്റീനിൽ നിന്നുള്ള ഹനീൻ, അതിൻ്റെ തൊട്ടപ്പുറത്ത് വില്ലാഡ് ഫ്രം ഇന്തോനേഷ്യ, താഴത്ത് ജോസഫ് ഇന്ത്യ, അതിൻ്റെ തൊട്ടപ്പുറത്ത് അലക്സാണ്ടർ വിയറ്റ്നാം, അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്നോട് എല്ലാവരും ചോദിച്ചു ഈ കുട്ടിയുടെ ID കിട്ടുമെന്ന്. ഞാൻ ഒരു ഫോട്ടോ കിട്ടായിരുന്നു. ആളുടെ പേര് ആംബർ എന്നാണ്. ഷീസ് ഫ്രം ഹംഗറി. 21 രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരായിട്ട് ഞാൻ 21 ദിവസം ജീവിച്ചായിരുന്നു. ഞാൻ US ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റായിട്ട് പോയതാണ്, മീഡിയയുമായി ബന്ധപ്പെടുത്തി. 21 ദിവസം US ഗവൺമെൻറ് നമ്മളെ CNN, അവിടുത്തെ എല്ലാ ഓഫീസുകളും, മീഡിയയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും നമ്മളെ കാണിക്കും, നമ്മളെ പഠിപ്പിക്കും. ഞാൻ ഇന്ത്യയെക്കുറിച്ചൊരു പ്രസൻറ്റേഷൻ ഞാൻ നടത്തി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. ഇവിടുത്തെ ഇന്ത്യൻ കൗൺസിലേറ്റാണ് എൻ്റെ പേര് സെലക്ട് ചെയ്ത് ഞാൻ പോയി. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് 21 ദിവസം ജീവിച്ചിട്ട് ജോസഫ് എന്തൊക്കെ പഠിച്ചു? ഐ ലേൺഡ് ഓൺലി വൺ തിങ്. ഇപ്പം ഈ ഫോട്ടോയിലുള്ള എല്ലാ മനുഷ്യർക്കും ബേസിക്കലി നമ്മളെപ്പോലെ തന്നെയാണ്. സങ്കടങ്ങളുണ്ട്, കഷ്ടപ്പാടുണ്ട്. നമ്മൾ വിചാരിക്കും ഫോറിനേഴ്സൊക്കെ എന്ത് മിടുക്കന്മാരാ, അവരൊക്കെ ജീവിതമാണ് ജീവിതം. തേങ്ങയാണ്. ഞാൻ അമേരിക്കയിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണ നേരത്തെ വെള്ളം അടിച്ച് പിമ്പിരിയായിട്ട് ബോധം പോയ ഒരാൾ റെഡ് സിഗ്നലിൽ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണു ക്രോസ് ചെയ്യാൻ. സിസ്റ്റമാണ് അവിടുത്തെ. ഞാൻ അവിടെ നിന്ന് പഠിച്ചത് ഈ മനുഷ്യർക്കെല്ലാം സങ്കടങ്ങളുണ്ട്. എനിക്ക് ഓരോരുത്തർ പേര് പറഞ്ഞ അവരുടെ സങ്കടം വെളിപ്പെടുത്താൻ പറ്റില്ല. ഒരാളുടെ കാര്യം പറയാം. ഏറ്റവും ചൈനീസ് ലുക്കുള്ള ഒരുത്തൽ, ബ്ലൂ ടൈ. വന്നപ്പോൾ തുടങ്ങി മാസ്ക് വെച്ചുകൊണ്ട് നടക്കാം. മാസ്ക് വന്ന് അന്ന് തുടങ്ങി. അപ്പോൾ അവിടെ വലിയ മാസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ എന്ത് പറ്റി, നോ കൊറോന ഐ എം പ്രൊട്ടക്ടിങ് മൈ സെൽഫ് എന്ന് പറയാം. അല്ല, ഞാൻ കളിക്കുന്നത് അവരുടെ ലാംഗ്വേജ് അങ്ങനെയാണ്. നമ്മുടെ ഇംഗ്ലീഷ് അവർ ഇതുപോലെ കളിയാക്കണ്ട. വാട്ട് ആർ യു ഡൂയിങ്? ഐ ഡോണ്ട് നോ. എൻ്റെ അപ്പനൊരു ഇംഗ്ലീഷ് അധ്യാപകനാട്ടോ. അപ്പനിടയ്ക്ക് ചേട്ടൻ്റെ മക്കളോട് പറയും, വേർ ആർ യു ഗോയിങ്, യു കം ഹിയർ, ആടി ബീറ്റ്. ഇപ്പം നമ്മുടെ ഇംഗ്ലീഷിനും കളിയാക്കാം. അപ്പം അവൻ ഇങ്ങനെ ഐ ആം പ്രൊട്ടക്ടിങ് മൈ സെൽഫ്. 15 ദിവസം ഈ ചക്കര എല്ലാ നേരവും മാസ്ക്. നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ പോയി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോയി, ഇവിടെ ഞങ്ങൾ നിർബന്ധിച്ച് മാസ്ക് ഉരിപ്പിച്ചാണ്. പിരിയാറാവുന്ന സമയത്ത് അന്ന് പാർട്ടി ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ബീറൊക്കെ അടിക്കും. ഞാനും ബീറടിച്ചായിരുന്നു. എന്തേ അങ്ങനെയൊക്കെ ഉണ്ട് ചിലർ. ജോസഫ് ഇന്ന് രാത്രി എൻ്റെ മാനസിക സമ്മർദ്ദം ഇനിയും കൂടും. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ജോസഫെ? അത് നിനക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതല്ലാണ്ട് എത്രയോ പോയിന്റ്
നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് ബീറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ചൊക്കെ ഒന്ന്, അത് ടേബിൾ ഡ്രിങ്ക് ആണ് അവിടെ, നമ്മളിങ്ങനെ അയ്യോ ഞാൻ കുടിക്കില്ല പൊട്ടരാന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് നിങ്ങളിങ്ങനെ ബുദ്ധിമാന്മാരാൻ വേണ്ടി ഒന്ന് കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ പേടി ഈ ടോക്കിന്ന് ലൈവ് പോകുന്നുണ്ട്. ഞാൻ കയ്യും കാലും പിടിച്ച് പറഞ്ഞത് ലൈവ് വിടരുത്, ഞാൻ ഈ തുറന്ന് സംസാരിക്കുന്ന ഒരുത്തനാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. അപ്പം അന്ന് വില്ലിനോട് ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഇതായിപ്പോൾ, വിൽ, one question. Ask Joseph, Will, why you are wearing mask always? Corona is over. Now it's there, I know. But why, man? Do you know what? We all call you mask man. When you come, we say, the mask man is coming. Be careful, wash your hands. Mask man is coming. But Will എന്നോട് പറഞ്ഞു, Joseph, I have 2 little children in my home. 6 months old each. I got them after 7 years of my marriage. When I go back, I don't want to carry any disease. ജോസഫേ, 7 വർഷം കാത്തിരുന്നിട്ട് എനിക്കൊരു ഇരട്ടക്കുട്ടി പിറന്നു. 6 മാസം പോലും ആയിട്ടില്ല. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഭാര്യയാണ് കുട്ടികളെ നോക്കുന്നത്, കാത്തിരുന്നുണ്ടായതാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു തരത്തിലുള്ള രോഗവുമായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വില്ലിനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ബീർ കൂടി ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല, അവസാനിപ്പിച്ചേ പറ്റൂ. എന്നോട് എന്താണ് 5 മിനിറ്റ് കൂടി, 5 മണിക്ക് തീർക്കണം. 5:41 എൻ്റെ ഭാഗത്തല്ല കേട്ടോ തെറ്റ്, ഞാൻ നേരത്തെ വന്നിരുന്നാ. കുറേ നേരം ഇങ്ങനെ ഇത് മാറ്റി, ഈ ഡ്രസ്സ് വേണമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തീർക്കാച്ചാ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എനിക്ക് കൂടുതലൊന്നും ഇവരോട് പറയാനില്ല. സാധാരണ നമ്മൾ 1.5 മണിക്കൂറാണ് എൻ്റെ സെഷൻ. മൈക്ക് കൊടുത്ത് നിങ്ങളുടെ ഇടയിലൊക്കെ ഇറങ്ങി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ലൈവ് പോകണോണ്ട് എനിക്ക് അനങ്ങാൻ പറ്റില്ല. അങ്ങനെ എസ് ആർ എന്ന് പറഞ്ഞ് നിൽക്കണേ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെട്ടോ? കഥകൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. കാരണം ബാക്കിയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നേ. ഈ പറഞ്ഞ ഫിലോസഫീസും പ്രിൻസിപ്പിൾസൊക്കെ നിങ്ങൾക്ക് കിട്ടും. മനുഷ്യന്മാരുടെ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട്. നമ്മളിതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതാണ് ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ സോഷ്യൽ മീഡിയയെ കുറിച്ചൊരു കാര്യം കണ്ടായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് അമേരിക്ക പോയപ്പോൾ പഠിച്ച കാര്യമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നരുത്. ഞാനവിടെ പോയത് സോഷ്യൽ മീഡിയയെ കുറിച്ച് പഠിക്കാനാണ്. ഫേസ്ബുക്കിൻ്റെ ഓഫീസിൽ പോയപ്പോൾ അവർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഫേസ്ബുക്കിൽ 80% വിറ്റഴിയുന്ന കോണ്ടന്റ് 1 സെക്സും 2 വെറുപ്പുമാണ്. വിറ്റഴിഞ്ഞ് പോകണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സെക്സുമായി ബന്ധപ്പെട്ട 2 ട്രോളുകൾ, വീഡിയോസ്. ഇപ്പം ഈ പഴയ പാട്ടിൻ്റെ ഒക്കെ അർത്ഥം അപ്പ പുരിയല്ലേ ഇപ്പൊ പുരിയത് എന്നൊക്കെ പറഞ്ഞ് ഡബിൾ മീനിങ് മനപ്പുറം കുത്തിക്കയറ്റി കുറേ ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. സെക്ഷൽ ആയിട്ടുള്ള പോസ്റ്റിൻ്റെ താഴത്ത് പെൺകുട്ടികളുടെ മുഖമായിരിക്കും കമൻറ്റിൽ. അത് പെൺകുട്ടിയല്ല, അത് ഫേക്ക് അക്കൗണ്ടാണ്. 80% വിറ്റഴിക്കപ്പെടുന്ന വെറുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് കണ്ടിട്ട് ഇതാണ് ജീവിതം എന്ന് കരുതരുത്. പിന്നെ ഫേസ്ബുക്കിന് ഇപ്പോൾ പുതിയൊരു പേരുണ്ട്, ഫേക്ക് ബുക്ക്. ഇൻസ്റ്റഗ്രാമിൽ വെറുപ്പാണായിട്ടുള്ള വിറ്റഴിയുന്നത്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒന്നല്ലെങ്കിൽ മൂവിയുടെ റിവ്യൂവിൽ കളിയാക്കുന്നത്, അയാളെ തെറി വിളിക്കുന്നത്, റോസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫൺ, അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് ഫൺ. നിങ്ങളൊരിക്കൽ റോസ്റ്റ് ചെയ്യപ്പെടണം. എന്നെങ്ങനെ വിളിക്കും, ദേ പറഞ്ഞ അവൻ്റെ ഒടുക്കത്തൊരു മോട്ടിവേഷനും കൊണ്ട്. എന്നെ മോട്ടിവേഷനോളി എന്ന് വിളിക്കുന്നവരുണ്ട്. നന്മ മരം. എല്ലാവരുടെയും വിചാരം ഞാൻ ഫുൾ ടൈം സംസാരിക്കുന്നത് ഇങ്ങനെയാണെന്നാ. ഈ സ്നേഹമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് പോടർക്ക. ഇപ്പം നിങ്ങൾ കണ്ടതാണ് കുറേയൊക്കെ എൻ്റെ റിയൽ സെൽഫ്. നിങ്ങൾ എന്നെ ഇങ്ങനെ കണ്ടേണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോഷ്യൽ മീഡിയയിൽ വെറുപ്പ് ഇങ്ങനെ പടരുന്നുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കമ്പയർ ചെയ്യാണ്. കൊളാബുകൾ കാണുമ്പോൾ ഇപ്പോൾ പെൺകുട്ടികൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ക്രീമാണ്, ഫേസ് കിടക്കണേക്കാളും 2 തവണ തേക്കും, ഇവരാണ് ഇത് എനിക്ക് അയച്ചത്, നല്ല വ്യത്യാസമുണ്ട്. ഓ വാട്ട് എ ലൈഫ്. എനിക്ക് ക്രീം ആക്കണമെങ്കിൽ അമ്മയുടെ അടുത്ത് ഇറക്കണം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു,
ഈ മറ്റേ കർട്ടൻ ഇങ്ങനെ മാറ്റുമ്പോൾ മലനിരകൾ വരൂ എന്ന് പറയുന്നു, നടക്കുന്നു, കുണി കുണി പോകുന്നു. വാട്ട് എ ലൈഫ്. ഇങ്ങനെ കുണുങ്ങുന്ന കുറച്ച് പേര് എനിക്കറിയാം. ഞാനും കുണുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കത് പറ്റണില്ലെന്നേ. പക്ഷെ ഞാനിപ്പോൾ ഈ ക്രീമാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ. കുറേ കൊളാബറേഷൻ റിക്വസ്റ്റൊക്കെ വരാറുണ്ട്. ജോസഫ് ഈ ഒരു ക്രീമൊന്ന് തേക്കൂ, ഇത് തേച്ചതിന് ശേഷം നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയണത് നിങ്ങളൊന്ന് ആലോചിക്കേ. ഹായ് നമസ്കാരം, ഞാൻ ജോസഫ് അനിഡിയോസ്. ഞാനിപ്പോൾ ഈ ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് തേച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സുഖം. നിങ്ങളിത് ഉപയോഗിക്കണം. പറ്റാത്തോണ്ട് ചെയ്യാത്തതാണ്. ഇതാണ് ഇത്. എന്തൊരു ലക്കാണ്. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായാൽ. എനിക്ക് എൻ്റെ അടുത്ത് പിള്ളേർ ഇരക്കാറുണ്ട് ലൈക്കിന് വേണ്ടി. എൻ്റെ അടുത്ത് നിന്നല്ല, എനിക്ക് ചിലപ്പോൾ ഞാൻ ഞെട്ടിപ്പോവാറുണ്ട്. ഹായ് ജോസഫ് ചേട്ടാ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, പ്ലീസ് സപ്പോർട്ട്. ഐ സപ്പോർട്ട് യു. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ക്യാമ്പയിനാണോ? പ്ലീസ് സപ്പോർട്ട്. പിന്നെ ഇഫ് യു ലൈക്ക് ഐ വിൽ ലൈക്ക് ബാക്ക്. ഇങ്ങനെ പിള്ളേരിങ്ങനെ ലൈക്കുകൾക്ക് വേണ്ടി. എനിക്കിപ്പോൾ 1.2 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഗിവൺ എ ചോയ്സ് ഞാൻ അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗം. എനിക്കിപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ളപ്പോൾ സ്വാഗതം ചെയ്തപ്പോൾ സ്വാഗതം പറഞ്ഞൊരാൾ പറഞ്ഞൊരു പ്രയോഗം ഞാനിങ്ങനെ കേൾക്കായിരുന്നു. പിന്നെ നമുക്ക് റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനൊരാൾ വേണം. നമ്മൾ റീച്ചിന് വന്നാണ്. ഈ 1.2 മില്യൺ ഇങ്ങനെ റീച്ചിന് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുന്നത്. എനിക്ക് പൈസ കിട്ടുന്ന ഞാൻ ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയ വേണം. അല്ലാണ്ട് ഗിവൺ എ ചോയ്സ് ഐ വിൽ ടേക്ക് എ ബ്രേക്ക്, ഐ വിൽ ഗോ സംവെയർ എൽസ്. ജിം കാരി പറഞ്ഞ് ഈ വാചകം വെച്ചിട്ട് അവസാനിപ്പിക്കുക. ജിം കാരി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇതിനകത്തില്ല, ഞാൻ പറയാം. എൻ്റെ ആഗ്രഹം ഇതാണ്: ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ലോകം അറിയുന്ന ഫേമസ് ആയിട്ടുള്ള ആളുകളാവണം, നിറയെ പൈസ ഉണ്ടാവണം, ആഗ്രഹിക്കുന്നെല്ലാം കിട്ടണം. കാരണം എല്ലാം നേടിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിലൊന്നും ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ആദ്യം 100K ഫോളോവേഴ്സ് ആയപ്പോൾ എൻ്റെ ആഗ്രഹം, മറ്റേ ആൾക്ക് മറ്റേ ആർജയ്ക്ക് ഇത്രയും K ഫോളോവേഴ്സ്, എനിക്കപ്പോൾ എത്രയും പെട്ടെന്ന് കൂട്ടണം. 500K, 1 മില്യൺ ആവാൻ ഇനി 500K. 1 മില്യൺ അപ്പോൾ കേക്ക് മുറിച്ച് കട്ട് ചെയ്യുന്നു, സെലിബ്രേഷൻ. ടുഡേ ഐ നോ അപ്പനും അമ്മയൊക്കെ ഈ രാത്രി വണ്ടി ഓടിച്ച് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വെളുപ്പിന് ഫ്ലൈറ്റ് ഇറങ്ങി ഒരു 3:30 ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ കഴുത്തിലൊരു മഫ്ളറൊക്കെ ഇട്ടിട്ട് അപ്പനിങ്ങനെ കുനിഞ്ഞ് ഗേറ്റ് തുറക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അകത്ത് കയറി കഴിഞ്ഞിട്ട് അമ്മ ഉറക്കച്ചടവോടി ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു കട്ടൻ ചായ ഇടട്ടെ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായ തരുന്നതാണ് സന്തോഷം. നമ്മൾ സന്തോഷം കണ്ടെത്തേണ്ടത് നമുക്ക് സ്വന്തമായിട്ടുള്ള മാതാപിതാക്കളെ ഓർത്തും സിബ്ലിങ്സിനെ ഓർത്തും നിങ്ങളുടെ പ്ലേറ്റിൽ കിട്ടുന്ന ഭക്ഷണത്തെ ഓർത്തും ചെറുതെങ്കിലും മാസം മാസം കിട്ടുന്ന സാലറി ഓർത്തും നേരെ നടക്കാൻ പറ്റുന്ന ആരോഗ്യത്തെ ഓർത്തും. പ്ലീസ് ബി ഹാപ്പി. ഫോളോവേഴ്സും 1 മില്യൺ ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. 30 മില്യൺ കിട്ടിയ ആൾ വരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഐ എം വൈൻഡിങ് ഇറ്റ് അപ്പ്. ഇത് അടയ്ക്കണമായിരുന്നു എന്ന് എനിക്ക് അവരോട് അടഞ്ഞു പോയതാണ്. എന്നെ വിളിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. സന്തോഷമാണ് ഇവിടെ വന്നതിൽ. ഇതിനാണോ നിങ്ങൾ വിളിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഈസ് വാട്ട് മെന്റ് ടു ബി ടോൾഡ്, ബട്ട് ഐ എൻജോയ്ഡ് ദിസ്. ജീവിതത്തിൽ പതറിപ്പോവാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തൊങ്ങി തൊങ്ങി മുമ്പോട്ട് പോകാൻ നോക്ക്. എവിടെ എന്തെങ്കിലും ഒരു തോള് നിങ്ങൾക്ക് കിട്ടും. കൂടെ ആരെങ്കിലും ഇങ്ങനെ തൊങ്ങണ കാരണം ഉണ്ടെങ്കിൽ തോളൊന്ന് ചരിച്ചു കൊടുക്ക്. അവർ നമ്മുടെ ഒപ്പം ഫിനിഷ് ചെയ്യട്ടെ. അവസാനം നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ മാത്രമല്ല, എല്ലാ മോട്ടിവേഷണൽ സ്പീക്കറിനും എല്ലാ സെലിബ്രിറ്റികൾക്കും നിങ്ങൾ കാണുന്ന എല്ലാ മനുഷ്യരും അവർ പുറത്ത് പറയാത്തൊരു സങ്കടം കൊണ്ട് നടക്കുന്നുണ്ട്. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവട്ടെ. നന്ദി. Thank you. Next, we'll have a small interactive session with Mr. Joseph Anukudijos. We have our students with some questions to ask you. അച്ഛാ, ഇതും എൻ്റെ ഐഡിയ അല്ല. ഹായ് സാർ. ഹായ്. എൻ്റെ പേര് മെർലിൻ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നിപ്പോൾ ധാരാളം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പം
അതിൽ നിന്നൊക്കെ ജോസഫ് അന്നംകുട്ടി ജോസിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? അത് ശരിക്കും നിങ്ങൾ പറയേണ്ട കാര്യമാണ് അല്ലേ? അത് നിങ്ങൾ എന്താണ് വ്യത്യസ്തനാകുന്നത്? ഞാൻ ഭയങ്കര ഇതാണ്, എനിക്കറിയാം. യു ഷുഡ് ടെൽ മീ വാട്ട് യു ഫൈൻഡ് ഇൻ മീ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫസ്റ്റ് പേര് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ വേ ഓഫ് ടോക്ക്, ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ബോറടിക്കുന്ന പോലെ തോന്നും. പക്ഷേ സാറ് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ നല്ല രസമാണ്, നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. ഞാനങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കറാണെന്ന് പൊതുവെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം എനിക്ക് മൈ റിയൽ ഡ്രീം ഇസ് ടു ബിക്കം എ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. നമുക്കിങ്ങനെ തമാശകൾ പറഞ്ഞൊക്കെ പോകാനാണ് ഇഷ്ടം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറയുന്ന കഥകൾ ആൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഓക്കെ, ഞാൻ കമ്പയർ ചെയ്യാറില്ല. എന്നെക്കാളും മനോഹരമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവേണ്ടതാണ്. ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. താങ്ക് യു. താങ്ക് യു. ഹായ് സർ, ഹായ്. എൻ്റെ പേര് സോന. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ ജനറേഷൻ മെൻ്റലി വീക്കാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ടു ബി ഓണസ്റ്റ്, എല്ലാ ജനറേഷനും മെൻ്റലി വീക്കാണ്. നമ്മുടെ ഒരു തോന്നലാണ് പുതിയ ജനറേഷൻ എന്ന്. പണ്ടത്തെ കാലത്ത്, അതായത് ആദ്യ കാലങ്ങളിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്ത് വായ്മൊഴിയിലൂടെയാണ്, വാമൊഴി. കുറച്ച് കാലം ഇപ്പം ഇങ്ങനെ കല്ലിൽ കൊത്തി വയ്ക്കാൻ തുടങ്ങി, ആൾ അത് നോക്കി വായിക്കാൻ തുടങ്ങി. അന്ന് കുറേ പേര് പറഞ്ഞു, കണ്ടോ ഓരോ കല്ലിൽ നോക്കിയിരുന്ന സമയം കളയാ. കുറച്ച് നാളിപ്പോൾ പത്രം വന്നു, മാഗസിൻ വന്നു. മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം പറയും മാഗസിൻ നോക്കിയിരിക്കാണ്ട് ഓരോ പുസ്തകം വായിച്ച് സമയം കളയാ. എല്ലാ കാലഘട്ടത്തിലും ഈ ചെറുപ്പക്കാർ കുറ്റങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. നോക്കിക്കോളൂ, ഇപ്പോൾ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞ് കുട്ടിക്കൊരു കുട്ടിയാകുമ്പോൾ കുട്ടിയോട് പറയും, കുട്ടി ഇതൊന്നും അല്ല ജീവിതം എന്ന്. കാരണം ഓരോ ജനറേഷനത്തിലേക്ക് നമുക്ക് തോന്നുന്നതാണ് അവർ വീക്കാണെന്ന്. പിന്നെ ഇന്നത്തെ ഒരു ഒറ്റ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ടൊക്കെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പരീക്ഷയ്ക്ക് തോറ്റിട്ടുള്ള പിള്ളേരുണ്ട്, ഞാൻ തോറ്റിട്ടുണ്ട്. ഇന്ന് തോൽപ്പിക്കാണ്ട് ജയിപ്പിച്ചു വിടുന്നൊരു സംസ്കാരമാണ്, അത് അപകടമാണ്. പിന്നെ പണ്ടൊക്കെ ഒരു പ്രേമലേഖനം എഴുതിയാൽ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു കാര്യം അയച്ചു അതിന് മറുപടി കിട്ടണമെങ്കിൽ ഇന്ന് ഒരു ബ്ലൂടിക്ക് മതി. ബ്ലൂടിക്കിൽ പ്രണയം സക്സസ് ആവും, ബ്ലൂടിക്കിൽ ബ്രേക്കപ്പ് ആവും. അത്രയും വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പുതിയ ജനറേഷൻ. അതിന് എനിക്കൊരു ഭയമുണ്ട്. കാരണം പറയുന്നത്, ഫോബ്സ് മാഗസിൻ്റെ ഒരു സർവേ പറയുന്നത്, ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾ വെറുതെ ഇരുന്ന് ബോറടിച്ച് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. കാരണം ഇതാണ് നമ്മുടെ ഒരു, പണ്ട് അമ്മമാരും അപ്പന്മാരും നമ്മളോട് പറയായിരുന്നു, ആ മൊബൈൽ കുത്തിയിരിക്കാണ്ട് 4 വർഷം പഠിക്കണേന്ന്. ഇപ്പം അവരെന്താ ചെയ്യുന്നത്? കിടന്നിട്ട് ഇപ്പം എല്ലാവരും മൊബൈലിൻ്റെ വേഗതയിലാണ്. അതുകൊണ്ടൊരു മെൻ്റലി വീക്ക് ബൈ ഡിഫോൾട്ട് അല്ല, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊരു അഡിക്ഷൻ മേ ബി ചെറുതായിട്ട് അവർ വീക്കാക്കുന്നുണ്ട്. താങ്ക് യു. ആരെങ്കിലും മൈക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയും. മൈക്ക് ആർക്കും വേണ്ടി കാത്തിരിക്കില്ല, പോരെ? ഇവിടെ ചോദിക്കണോ? ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്താൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? യൂട്യൂബ് ആണോ ഇൻസ്റ്റഗ്രാം ആണോ എന്നാണോ? ഭയങ്കര ചോദ്യമായിട്ടത്. രണ്ടും നല്ലതാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. നമ്മളൊരു സ്റ്റഡി എടുക്കുമ്പോൾ, ഇപ്പം എൻ്റെ പോലും നമ്മളിങ്ങനെ ഡെമോഗ്രഫി എടുക്കുമ്പോൾ 16-നും 30-ക്കും ഇടയിലുള്ളവരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ്. 55% അവരാണ്. 60-നും 70-നും മുകളിൽ ഒരാളുള്ളൂ, അപ്പനാണ്. പിന്നെ ഏറ്റവും ചെറിയ കുട്ടികൾ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. കാര്യങ്ങൾ ഡെമോഗ്രഫി അനുസരിച്ച് നമ്മൾ പറയേണ്ടി വരും. ഇപ്പം മുതിർന്ന ആളുകൾ ഒരു 50-നും 40-നൊക്കെ മുകളിലുള്ളവർ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫേസ്ബുക്കിലാണ്. യങ്സ്റ്റേഴ്സ് ഇൻസ്റ്റഗ്രാമിലാണ്. പിന്നെ സ്നാപ്ചാറ്റ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതൊരു ഭയങ്കര ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഉത്തരം നൽകേണ്ട എനിക്ക് തോന്നലില്ല. ബട്ട് ഐ ഫീൽ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഇൻ ജനറൽ യൂട്യൂബ്. താങ്ക് യു. Thank you, sir.